ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നെയ്യപ്പം ഉണ്ടാക്കുന്ന ഒരു വ്ളോഗുമായിട്ടാണ് കേട്ടോ. എല്ലാവരും പറയും നെയ്യപ്പം ചുട്ട് നേരാവൂല, ഞാൻ ഉണ്ടാക്കിയ പൊള്ളക്കൂല, ഞാൻ ഉണ്ടാക്കിയ അല്ലെങ്കിൽ അങ്ങനെയാവും ഇങ്ങനെയാവും. ആദ്യമൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ആദ്യം പൊള്ളച്ചൊന്നും വരൂലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ നെയ്യപ്പം ഉണ്ടാക്കുന്നത് മെഹ്റാജാണല്ലോ. മെഹ്റാജിൻ്റെ അന്ന് ഞങ്ങൾ എന്ത് ചെയ്യും, നാളെ നോൽമ്പാണെങ്കിൽ ഇന്ന് മെഹ്റാജാണ്. മെഹ്റാജ് രാവിൻ്റെ അന്ന് എന്ത് ചെയ്യും, പിന്നെ മധുരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് പിന്നെ നമുക്ക് ഒരുപാട് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മധുരമുള്ള എന്തെങ്കിലും പലഹാരം കഴിക്കും. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെഹ്റാജിലുണ്ടാക്കിയൊരു നെയ്യപ്പത്തിൻ്റെ വീഡിയോ ആണ് ഇട്ടത്. അപ്പം അതങ്ങോട്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ്. നാളെ നോമ്പാണ്. അപ്പോൾ നാളെ നോമ്പ് എന്ന് പറയുമ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് ഞാനിത് വീഡിയോ എടുക്കണത്, നെയ്യപ്പം ഉണ്ടാക്കണത് കേട്ടോ. ചൊവ്വാഴ്ചയാണ് നോമ്പ്. വീഡിയോ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യാമെന്നൊന്നും അറിയില്ല. അപ്പോൾ അതിന് ഞാൻ ആദ്യം തൊട്ട് നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം. ഇനി ആരും നെയ്യപ്പം ചുട്ടാൽ ശരിയാവില്ല, പൊള്ളക്കൂല എന്നുള്ള വർത്താനം ഇനി പറയാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ പച്ചരി എടുക്കുകയാണ്. ഇത് പച്ചരി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പീടിയിൽ നിന്നൊക്കെ വാങ്ങണ സാധാരണ പച്ചരി. നമ്മൾ പിന്നെ അരി വെള്ളത്തിലിട്ടുങ്ങാണ്ട് ചീയപ്പം ചൂടാനും അതുപോലെ പുട്ടിടാനും അരി വെള്ളത്തിലിട്ട് ഇടിച്ചുങ്ങാണ്ട് പൊടിപ്പിച്ച് പത്തിരി ചൂടാനും ഇടിയപ്പം ചൂടാനും ഒക്കെ പറ്റുന്ന പച്ചരിയാണ് കേട്ടോ. അപ്പോൾ ഈ പച്ചരി കൊണ്ടാണ് ഞാൻ നെയ്യപ്പം ചൂടാൻ പോണത്. അപ്പം ഞാൻ ഈ പച്ചരി എത്ര എടുക്കണത് പറഞ്ഞുതരാം. അളവൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം, കറക്റ്റ് പറഞ്ഞുതരാം. അപ്പം ഞാനിതാണ് എൻ്റെ നാഴി, അരി അളക്കണ നാഴിയാണിത്. എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലേ നാഴി. അപ്പോൾ ഇതിപ്പോൾ എത്രയാ ഇതിൻ്റെ ഒരളവ്, ഇതൊരു നാഴി, ഒരു കപ്പ് എന്നൊക്കെ പറയാം. ഇതിന് 2 നാഴി അരിയാണ് ഞാൻ നെയ്യപ്പം ചൂടാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ പച്ചരി എന്ന് പറയുന്നത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയാൽ പച്ചരിയൊക്കെ പെട്ടെന്ന് കുറിഞ്ചാത്തനൊക്കെ വന്നുകൊണ്ട് കുത്തി കേടുവരും. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യും, പച്ചരി വാങ്ങിയപ്പോൾ തന്നെ നല്ല വേനൽക്കാരാണെങ്കിൽ വെയിലൊക്കെ ആണെങ്കിൽ നല്ലോണം കഴുകി ഉണക്കി ഇതുപോലുള്ളൊരു ടിന്നിലാണ് ഇട്ടേക്കും. അപ്പം എന്ത് ചെയ്യും, ഈ അരി ഇനി കേടരൂല, കുത്തി കുറിഞ്ചാത്തം വരികയോ അതുപോലെയുള്ള ജന്തുക്കളൊന്നും വരികയോ ഒന്നും ചെയ്യൂല. ഈ അരി എത്ര കാലം നമുക്ക് ഉപയോഗിക്കാം. ഒരു കൊല്ലം വരെ കേടരില്ല തോന്നണം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരു കൊല്ലം വരെ എൻ്റെ കേടരാന്ന് നിൽക്കണം. ഒരു കൊല്ലമൊക്കെ ആകുമ്പോഴത്തേനും തീരും. പച്ചരി അല്ലേ, നമ്മൾ ചായൻ്റെ കടി ഉണ്ടാക്കി തീരും. അപ്പോൾ കേടരൂല. അപ്പോൾ ഞാൻ അത് കഴുകി ഉണക്കി അരിയാണെന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് വേണമെങ്കിൽ പൊടിപ്പിക്കാം. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇടിച്ചങ്ങാണ്ട് പുട്ട് ചൂടാ. നമ്മൾ ഈ പുട്ട് ചൂടുമ്പോൾ ഒന്ന് നനച്ചങ്ങാണ്ട് ഇടിച്ചാൽ മതി പറയല്ലോ. ഇതിപ്പോൾ അതിൻ്റെ ഒന്നും കാര്യമല്ല. അപ്പോൾ ഇതിന് 2 നാഴി അരിയാണ് ഞാൻ വെള്ളത്തിലിടാൻ പോണത് കേട്ടോ. ഇപ്പോൾ വെള്ളത്തിലിടാൻ പോണത് 2 നാഴി അരിയാണ്. ഈ 2 നാഴി അരിക്ക് ഇതാ ഞാൻ കുറച്ച് മൈദ കൂട്ടും. ഒരു 2 കയ്യിൽ മൈദപ്പൊടി കൂട്ടും ഈ അരി അരച്ചിട്ട്. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. പിന്നെ അതാ ഈ 5 ശർക്കരൻ്റെ അച്ചാണ്, വെല്ല ശർക്കര. ഇതാ ഇങ്ങനത്തെ ഒരു 5 ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു 5 ശർക്കരയും ഈ പച്ചരി 2 നാഴി അരിയും ഇതാ ഒരു നാളികേര മുറി. പിന്നെ ഇതിലേക്ക് നമുക്ക് ഞാൻ ഓയിലോ വെളിച്ചെണ്ണയിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ചൂടാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതെന്തിനാണെന്നറിയോ, ഇത് നമുക്ക് ചെറുതാക്കി നുറുക്കിയെടുത്തിട്ട് അരിഞ്ഞെടുത്തിട്ട് നെയ്യിൽ മൂപ്പിച്ചിട്ട് നമ്മളെ ഈ നെയ്യപ്പത്തേക്ക് മാവ്ക്ക് ഇടാനുള്ളതാണ് കേട്ടോ. അതിനാണ് ഈ നാളികേരം എന്ന് പറയുന്നത്. അപ്പോൾ മൈദയും വേണം. മൈദ കുറച്ച് മതി. ഞാൻ കൂട്ടുമ്പോൾ എത്രയെന്ന് പറഞ്ഞുതരാം. ഇതിന് 2 നാഴി അരിക്ക് 5 അച്ച ശർക്കര. പിന്നെ ഇതിനൊരു 1/2 നാഴി മൈദ മതിയാവും, മൈദപ്പൊടി. ഇതിനൊരു 1/2 നാഴി നിങ്ങൾ കൂട്ടിക്കോളി. ഞാൻ 2 കയ്യിലാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 1/2 നാഴിയൊക്കെ ഉണ്ടാവും. അപ്പോൾ മൈദയും നല്ല മധുരം വേണ്ട. നെയ്യപ്പം നല്ല മധുരമാകുമ്പോൾ നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാണ്. മധുരം പാകത്തിന് മതി, ശർക്കരയാണെങ്കിലും. പിന്നെ നമുക്ക് കുറച്ച് നെയ്യ് വേണം. നെയ്യ് എന്തിനാണെന്നറിയോ, നമ്മളെ ഈ തേങ്ങാക്കൊത്ത് മൂപ്പിച്ച് എടുക്കാൻ നെയ്യ് വേണം. പിന്നെ നമുക്ക് തലേന്ന് കൂട്ടിയൊക്കൊന്നും വേണ്ട, തലേന്നൊന്നും കൂട്ടിയേക്കണ്ട. ഇപ്പം തന്നെ തരച്ചങ്ങാണ്ട് ഇപ്പം തന്നെ നമുക്കാണ് ചൂടാ. പൊതിർന്നാൽ ഇപ്പം ഇത് പൊതിർന്നിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ടേക്കാം. വൈകുന്നേരം ചൂടെന്ന് വെച്ചെങ്കിൽ അരി എന്തായാലും ഒരു 4 മണിക്കൂറെങ്കിലും കുതിർക്കണമല്ലോ. അപ്പോൾ നമുക്ക് നെയ്യപ്പം ചുടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചാൽ എല്ലാവരും വരി. അപ്പം നെയ്യപ്പം പൊള്ളച്ചിട്ടില്ല എന്നുള്ളൊരു പരാതി ഇനി ഇവിടെ ആരും പറയാൻ പാടില്ല കേട്ടോ. അപ്പം നമുക്ക് അരി അളന്നുകാണ്ട് വെള്ളത്തിലിടാം. ഇത്രയാണ്. ഇപ്പം അതാ നമ്മൾ അരി നല്ലോണം കുതിർന്ന് 2 മണിക്കൂർ ഞാൻ പറയല്ലേ, ആ പറഞ്ഞ അളവിന് ഞാൻ അരി എടുത്ത് വെള്ളത്തിലിട്ട് കുതിർന്ന് നല്ലോണം പൊതിർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വെള്ളം നല്ലോണം ഒരു ഓട്ടപാത്രത്തിലിട്ട് ഊറ്റിയെടുക്കട്ടോ. എന്നിട്ട് ഇത് ഊറ്റാൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ശർക്കര ഉരുക്കാൻ വെക്കാം.
ഇപ്പം കണ്ടോ ഇങ്ങനെ ഒരു ഓട്ടപാത്രത്തിൽ ഞാനത് വെള്ളം ഊറാൻ വെച്ചിരിക്കണം. കാരണം നമ്മളിത് അരക്കണത് പിന്നെ ഉണ്ടാക്കണത് ഇടിച്ചുങ്ങാണ്ട് പൊടിച്ചുങ്ങാണ്ട് പൊടിയോണ്ടല്ല. നമ്മൾ ഈ കുതിർന്ന അരിക്ക് ശർക്കരപ്പാനി ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ നെയ്യപ്പം ചൂടാൻ പോണത്. അപ്പോൾ അതൊരു 5 മിനിറ്റെങ്കിലും ഇങ്ങനെ വെള്ളം വരാൻ വെക്കണേ. അപ്പം അതാ നമ്മൾ ശർക്കര ഉരുക്കാൻ വെച്ചിക്കണ്, ഗ്യാസും വെച്ചിക്കണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം, ഈ ശർക്കര അങ്ങോട്ട് ഉരുകിയെടുക്കാനുള്ള കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ശർക്കര ഉരുകാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിക്കണം. ഇതുണ്ട് ഉരുകി വരട്ടെ. 1/2 ഗ്ലാസ് വെള്ളം മതി കേട്ടോ. ഇനി ഇതാ ഈ ശർക്കര ഉരുക്കാൻ വെക്കുമ്പോൾ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതാ ഒരു 5 ഏലക്കായ കേട്ടോ, ഒരു 5 ഏലക്കായ നമുക്ക് ഇതിൽ കണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ശർക്കരയിൽ നമ്മൾ എത്ര കുറച്ച് വെള്ളം ഒഴിച്ചാലും കാണാം ശർക്കരയിൽ വെള്ളം അങ്ങോട്ട് ഉണ്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, വെള്ളം ചിലപ്പോൾ ഇത്ര വെള്ളം ആവശ്യം വരില്ല. കാരണം നമ്മൾ അരി കുതിർത്ത അരിയാണ്. പൊടിയിൽ വെള്ളം ഒഴിക്കും പോലെ, പൊടിയിൽ നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കും പോലെ അല്ല. പിന്നെ കുതിർത്ത അരിയിൽ കുറച്ച് മതിയാവും വെള്ളം. അപ്പോൾ അതിനനുസരിച്ച് ഒഴിക്കുക കേട്ടോ. ഇപ്പം കണ്ടോ നമ്മളെ ശർക്കര നല്ലോണം ഉരുകിട്ടോ. ഇനി നമുക്കിത് നല്ല ചൂടിന് പോയിട്ട് ഒന്നിങ്ങോട്ട് ആറട്ടെ കേട്ടോ. എന്നാൽ ചെറു ചൂടിൽ നമുക്ക് ഈ ശർക്കരപ്പാനി ഇട്ടിട്ട് നമുക്ക് അരി അരച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മളെ അരി പിന്നെ അരക്കട്ടെ നമുക്ക്. അപ്പോൾ നല്ലോണം കുതിർന്ന അരി എന്ത് ചെയ്യുക, നമ്മൾ ഇതിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം നല്ലോണം പിന്നെ വറ്റിക്കണം. അപ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ട് അരക്കണം. കാരണം ഒരു പ്രാവശ്യം ഇത് മിക്സിയിൽ അരഞ്ഞ് കിട്ടൂല, 2 തവണയായിട്ട് അരച്ചെടുക്കട്ടെ നമുക്ക്. അപ്പോൾ പകുതി അരി ഇട്ട് കൊടുത്തു നമ്മളിതേക്ക്, പകുതി അരി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഈ പകുതി നമുക്ക് 2ാമത്തെ പ്രാവശ്യം അരക്കാം. ഇനി ഞാൻ പറഞ്ഞത് മൈദ ചേർക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അരിക്ക് ഞാനിതാ ചേർക്കണത് ഇതാ ഇത്ര മൈദപ്പൊടി കേട്ടോ. ഈ അരിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത്രയും മൈദ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഉരുക്കിയ ശർക്കരപ്പാനി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളെ ശർക്കരപ്പാനി ഇതിൻ്റെ അടിയിൽ കല്ലും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ അരിച്ചിട്ടില്ല, അപ്പോൾ അടി നമ്മൾ ഒഴിക്കണില്ല. അപ്പോൾ ഈ ചൂടോടുക്കനെ ആ ഒന്നട ആറിയിട്ടുള്ളൂ. ഇതാ പകുതി അണ്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമ്മളിതൊന്ന് അരച്ചെടുക്കുമ്പോൾ പിന്നെ അരഞ്ഞ് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ, കാരണം ഇത് ശർക്കര വെള്ളം തികയണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ അതാ നമ്മൾ ആദ്യത്തെ കൂട്ട് അരച്ചെടുത്തു കേട്ടോ. മിക്സിയിൽ നല്ലോണം അരച്ചെടുത്തിക്കണ്. പിന്നെ നല്ലതുപോലെ ഫൈനായിട്ട് അരയേണ്ട, കാരണം നെയ്യപ്പത്തിന് ചെറിയൊരു തരി വേണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് അരിഞ്ഞാൽ മതി. ഇനി ബാക്കിയുള്ളതും കൂടി അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു നാഴി അരി അരച്ചു, അതിന് ഒരു കയ്യിൽ മൈദയാണ് എടുത്തത്. ഇപ്പോൾ 2ാമത് നമ്മൾ അങ്ങനെ തന്നെയാണ് ഈ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ഈ ബാക്കിയുള്ള നാഴി അരിയും കൂടി ഇട്ട് ശർക്കരപ്പാനി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതും കൂടി അതുപോലെ അങ്ങോട്ട് അരച്ചെടുക്കാം. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. ഇനി നമ്മളെ ബാക്കിയുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കല്ലും മുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അരിച്ച് മാറ്റിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പം നമ്മൾ ഇതിലിട്ടിരുന്ന ഏലക്കായും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇനി വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഇതാ നമ്മൾ പിന്നെ അരച്ചു. അപ്പോൾ ഇത് ഒരു കളറ് കുറവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ശർക്കരപ്പാനി കുറച്ച് കുറവേന്ന് കേട്ടോ. അപ്പം ഞാൻ ചുടുവെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു കൂട്ടിന് ഇത്ര കളറ് കുറവ് വന്നത്. നമ്മൾ ആദ്യം അരച്ച പാനിയിൽ ശർക്കരപ്പാനി അധികം ഉണ്ടായിരുന്നു. ഇതിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി, ഈ 2 മധുരമായിരിക്കും കേട്ടോ. ഇതിൽ 2 പ്രാവശ്യം അരച്ചതുകൊണ്ട് ഒന്ന് നല്ലോണം ഒന്നുണ്ട് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ ഈ ഒരു പരുവം തന്നെയാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അരക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ശർക്കരപ്പാനി എടുക്കും. 2ാം പ്രാവശ്യം നമ്മൾ അരക്കുമ്പോൾ എന്ത് ചെയ്യും, ശർക്കരപ്പാനി തികയൂല. അപ്പം നമുക്ക് അരിഞ്ഞ് കിട്ടണില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നല്ലോണം നല്ല ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ നാളികേരക്കൊത്തുണ്ടല്ലോ അത് കൂട്ടി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് അത് അവിടെ അങ്ങനെ നിന്നോട്ടെ. നമുക്ക് ഈ നാളികേരക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് നല്ല നെയ്യ് തന്നെ നമുക്ക് എടുക്കട്ടോ. ഈ നല്ല നെയ്യിൽ വേണം നാളികേരക്കൊത്ത് വറുത്തെടുക്കാൻ. അപ്പോൾ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നെയ്യിൽ തന്നെ നമ്മൾ നാളികേരവും ഒക്കെ വറുക്കണം. നമ്മൾ എന്താ പറയുക, ചുടുന്ന ഓയിൽ ആയാലും വെളിച്ചെണ്ണ ആയാലും അതിക്കും നമ്മളൊരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മളെ നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടാൻ പോണത്. ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോഴാണ് നെയ്യപ്പം
നെയ്യപ്പമായിട്ട് വരുന്നത്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്നങ്ങോട്ട് മൂപ്പിച്ച് എടുക്കട്ടോ. ഒരു ഗോൾഡൻ കളറാണ് അതുവരെ ഇതൊന്നങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഗോൾഡൻ കളറായി വന്നിക്കണ്. അപ്പോൾ ഇതിപ്പോൾ തേങ്ങാക്കൊത്ത് അറിയണ കുറച്ച് അത്യാവശ്യം വലുതായിട്ടുണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ ചെറുതാക്കണം കേട്ടോ. ചെറുതാക്കുകയായിരിക്കും നല്ലത്. ഇനി നമ്മൾ ഈ തേങ്ങാക്കൊത്തും ഈ നെയ്യും കൂടെ ഉണ്ടല്ലോ, ചൂടോടുക്കനെ തന്നെ നമ്മളെ ഈ മാവൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പം നമ്മളെ നെയ്യും തേങ്ങാക്കൊത്തും ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് നല്ലോണം ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടോ. ഇനി നമുക്കിത് ഇപ്പം തന്നെ അങ്ങോട്ട് ചൂടാം. ഇനി ആരും കാക്കണ്ട ഇത്ര ടൈം ആകണമെന്നോ അല്ലെങ്കിൽ ഇത്ര രാവിലെ കൂട്ടി വെച്ചാലേ വൈകുന്നേരം ചുട്ടാലേ നേരാകുള്ളൂ, രാവിലെ കൂട്ടി വെക്കണമെന്നോ അങ്ങനത്തെ ഒരു കാര്യമല്ല കേട്ടോ. ഇനിയിപ്പം തന്നെ നമുക്കിത് നല്ലോണം ഇളക്കിയിട്ട് നമുക്കിപ്പം തന്നെ അങ്ങോട്ട് ചൂടുക കേട്ടോ. ആരെയും കാത്തിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഇപ്പം തന്നെ നമുക്കിത് അങ്ങോട്ട് ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കലക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റിനോ 1 മണിക്കൂറിനോ അരമണിക്കൂറിനോ നെയ്യപ്പം ചൂടാൻ പറ്റണില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പം ചുട്ടാലും അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചുട്ടാലും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ചുട്ടാലും നമ്മൾ നെയ്യപ്പം പൊങ്ങി വരും കേട്ടോ. ഇനി നമുക്കിത് ചൂടാൻ നോക്കാം. അതാ നമ്മൾ മാവ് കൂട്ടി അപ്പം തന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാനുള്ള ഓയിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓയിൽ എടുക്കുക, വെളിച്ചെണ്ണ എടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നല്ലെണ്ണ പറ്റൂല കേട്ടോ നെയ്യപ്പം ഉണ്ടാക്കാൻ. ഓയിലോ വെളിച്ചെണ്ണയോ മാത്രം എടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളെ ഈ നെയ്യപ്പം ചൂടുന്ന ഓയിലിക്കായാലും വെളിച്ചെണ്ണയ്ക്കായാലും 1 ടീസ്പൂൺ നെയ്യും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കാരണം നമ്മളെ ഇതിന് നെയ്യിൻ്റെ ഒരു ഫ്ലേവർ വരണം. അപ്പോഴാണ് നമ്മളെ നെയ്യപ്പം ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ്, എന്നാലും ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മാവ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ഇത് മാവ് കൂട്ടി വെച്ചപ്പോൾ തന്നെ നമ്മൾ ചുടുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഇത് ടൈറ്റായിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 1 മണിക്കൂറോ 10 മിനിറ്റൊക്കെ കഴിഞ്ഞാണ് ചുടുന്നുണ്ടെങ്കിൽ മാവൊന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ചുടുന്നു വെച്ചെങ്കിൽ ഈ മാവിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു മാവ് കണക്കാണ്, കാരണം നമ്മൾ ഇത് കലക്കി ഇനിയിപ്പോൾ നമ്മൾ ചുട്ട് ലാസ്റ്റ് തീരാനാകുമ്പോഴത്തേനും മാവ് ടൈറ്റാവും. ആ സമയത്ത് നമുക്ക് ചുടുവെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി കൊടുക്കട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നെയ്യപ്പത്തിന് വേണ്ടത്. അപ്പോൾ എണ്ണ ചൂടായിട്ട് നമുക്ക് ഇത് ചുട്ട് നോക്കട്ടോ. ഇതുപോലെ ആക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചൂടാം. പക്ഷെ അതിങ്ങനെ ടൈറ്റ് ആവും മാവ്. അപ്പോൾ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കലക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മാവ് കൂട്ടിയൊക്കെ തന്നെയാണ് ചൂടുന്നത്, റെസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലോണം എണ്ണ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ നെയ്യപ്പത്തിന്. അപ്പോൾ ഇതാ നമ്മളെ നെയ്യപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ അപ്പമായിട്ടാണ് ഒഴിച്ചത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ചുട്ട് നോക്കൊണ്ട് നമുക്കിങ്ങനെ ഓരോന്ന് ചുട്ട് നോക്കാം. നല്ല നാരെടുത്ത നെയ്യപ്പം തന്നെ നമുക്ക് കിട്ടും. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ചിലരൊക്കെ പറയണേ ഞാൻ കേട്ടിക്കണ്, നെയ്യപ്പം ഞാൻ എങ്ങനെ ചുട്ടാലും എന്താ പറയുക പൊള്ളച്ച് വരില്ല, നന്നായിട്ട് വരില്ല എന്ന് പറയണ കേട്ടിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ മാവൊക്കെ നമുക്കിതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മളെ നെയ്യപ്പം നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മുറിച്ചിട്ട് ഞാൻ നല്ല ആരുള്ള നെയ്യപ്പാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബാക്കി മാവൊക്കെ ഞാനൊന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നെയ്യപ്പം ഇങ്ങനെ ഓരോന്നെല്ലാം നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നമ്മൾ ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, നെയ്യിലല്ല ഓയിലിൽ വെളിച്ചെണ്ണയിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ നെയ്യപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെ വേണം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ചുട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ചുടൽ ഞാൻ നിർത്തിട്ടോ, കാരണം ഈ മതി ചുട്ടത്. അപ്പോൾ നമുക്കിതൊന്ന് പൊളിച്ച് നോക്കട്ടോ. അപ്പോളേ നെയ്യപ്പം ചുട്ടു, ഇത്രയും ചുട്ടിട്ടുള്ളൂ, നിർത്തി ഞാൻ. ഒക്കെ പാടെ ചുണ്ടോ, കുട്ടികൾക്ക് കൊണ്ടേ കൊടുക്കാം, കുഞ്ഞാണിയാക്കാക്കും എനിക്കും ഇതൊക്കെ ഒന്നും വേണ്ടല്ലോ.
അതൊന്ന് പൊളിച്ചോക്കട്ടെ നമുക്ക്. അല്ലാ ചൂടാണ് കണ്ടോ. രാത്രി ആയതുകൊണ്ടേ ഇങ്ങനെയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്. ഒന്ന് കഴിച്ചോക്കട്ടെ നമുക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂപ്പർ. ഇതാണ് എൻ്റെ വലത് കൈ. ഇനി ഇടത് കൈ കൊണ്ട് തിന്ന് താത്ത അറിയാന്ന് കണ്ട വലത് കൈ ഉണ്ട്. ഇതാണ് ക്യാമറയിൽ കാണുമ്പോൾ ഇടത് കൈയാണെന്ന് തോന്നും. ഇതിൻ്റെ ഇടത് കൈയാണ്, ഇതിൻ്റെ വലത് കൈയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങോട്ട് വയത താത്തൻ്റെ അടുത്തേക്ക് വന്നാൽ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കി തരും കേട്ടോ. ആരും കൊതി പിടിക്കണ്ട. ഇപ്പം നെയ്യപ്പത്തിനൊക്കെ എന്ത് കൊതിയാലേ. ഇഷ്ടമുള്ളതോ വാങ്ങി കഴിക്കാൻ പറ്റാത്ത ഒരു കുടുംബം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇല്ല എന്നാണ് തോന്നുന്നത്. ഇല്ലാത്തവരുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള മുത്തുമണികളെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ ചുട്ടു നോക്കണം കേട്ടോ. എന്തായാലും ചുട്ടു നോക്കണം. ഇതുപോലെ നമ്മൾ അരി വേഗം കുതിർത്തിട്ട് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പാണ് ഇട്ടത്.